കവിസുഹൃത്ത് പൂനൂർ കെ കരുണാകരൻ, അതുപോലെ തന്നെ വ്യക്തിജീവിതത്തിൽ ജ്യേഷ്ഠനെ പോലെ ഞാൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന AP കുഞ്ഞാമുക്ക. കാനേഷ് പൂനൂരിനെ ഞാൻ ജ്യേഷ്ഠനെന്ന് പറയുന്നില്ല, പ്രായം കൊണ്ട് എന്താ സ്ഥിതി എന്നറിയില്ല, അനുജനായിട്ട് അറിയാനായിരിക്കും അദ്ദേഹത്തിന് ഇഷ്ടം. അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരൻ കാനേഷ് പൂനൂര്, അതുപോലെ തന്നെ പ്രിയ സഹോദരൻ എന്ന് ഞാൻ കണക്കാക്കി പോരുന്ന ഫൈസൽ എളേറ്റിൽ, ഇന്ന് ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ S കമറുദ്ദീൻ, പ്രിയപ്പെട്ട സുധാകരൻ, ഖാലിദ് മാഷ്, സലാം ഭായ്, പ്രകാശ്, മുഹമ്മദ്, ഇങ്ങനെ പലരും സദസ്സിൽ നോക്കിയും പേര് പറയാം. അങ്ങനെ എളേറ്റിൽ വട്ടോളിയിൽ വന്നാലും മനുഷ്യർക്ക് മനുഷ്യരായി സഹോദരന്മാരായി പരസ്പരം അഭിസംബോധന ചെയ്യാവുന്ന ഒരു സ്നേഹ സമൂഹം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു ജീവിതം സമർപ്പിച്ച മഹാനായ ഒരു അധ്യാപകനെ ഓർക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഇങ്ങനെ കുറേ അധ്യാപകർ ചേർന്നാണ് നമ്മുടെ ഗ്രാമാന്തരങ്ങളെ, നഗരങ്ങളെയും കൂടുതൽ കൂടുതൽ മാനുഷികത ഉള്ള പ്രദേശങ്ങളാക്കി മാറ്റിയത്. ഉസ്മാൻ മാഷ് ആ ഒരു കാലത്തിൻ്റെ പ്രതിനിധിയാണ്, അല്ലെങ്കിൽ ഒരു കാലത്തിൻ്റെ പ്രതീകമാണ്. ഞാൻ ഒരു തവണ മാത്രമേ ഉസ്മാൻ മാഷെ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഉസ്മാൻ മാഷെ പരിചയം എൻ്റെ പ്രിയ സുഹൃത്ത് ഫൈസൽ എളേറ്റിലിൻ്റെ പിതാവ് എന്ന നിലയിലാണ്. ഇവിടെ വാദി ഉസ്ന യത്തീം ഖാനയിൽ മാളിയേക്കൽ കുടുംബസംഗമത്തിന് വന്ന സമയത്ത്, വർഷങ്ങൾക്ക് മുമ്പ് ഫൈസൽ വിളിച്ച് തന്നെയാണ് ഞാൻ വന്നത്. അന്ന് ഫൈസലിൻ്റെ പിതാവിനെ പരിചയപ്പെട്ടു. കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചു. ആ വാക്കുകളിലൂടെ ഈ വലിയ മനുഷ്യൻ്റെ ഉള്ളിലെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും മതേതര മാനവിക ബോധത്തിൻ്റെയും പ്രബുദ്ധതയുടെയും ഒക്കെ അനുഭവം, അതിൻ്റെ ചൂരും ചൂടും കുറഞ്ഞ സമയം കൊണ്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. അപ്പം ഇടയ്ക്കൊക്കെ ഞാൻ ഫൈസലിനോട് ചോദിക്കും, ഇപ്പോഴേക്ക് സുഖമല്ലേ? ഞാൻ ഈ പെരുന്നാൾ വന്നാൽ മിക്കവാറും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഈദ് മുബാറക്ക് പറയാൻ വേണ്ടി വിളിക്കും. അതൊരു പഴയ ശീലമാണ്, കുഞ്ഞാമുക്കയൊക്കെ വിളിക്കാറുണ്ട്. അതുപോലെ ഫൈസൽ ഭായിയെ വിളിച്ചപ്പോൾ ഒരു ദിവസം ഞാനാണെന്ന് പറഞ്ഞപ്പോൾ ഫോൺ വാങ്ങി. എന്നിട്ട് എന്നോട് കുറേ നേരം പറഞ്ഞു, നിങ്ങളിപ്പോൾ പ്രസംഗിക്കാൻ പോകാറില്ലേ എന്ന്. കവിതയൊക്കെ എഴുതണ പോലെ തന്നെ പ്രസംഗം നിർത്തരുത്. എന്നോട് അപൂർവ ആളുകളെ പ്രസംഗം നിർത്തരുതെന്ന് പറയാറുണ്ട്. എല്ലാവരും പറയാറുള്ളത് പ്രസംഗം കുറച്ച് എഴുത്തിൽ ശ്രദ്ധിക്കണം. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെയൊക്കെ നടത്തിയ പ്രസംഗം പോലുള്ള പ്രസംഗങ്ങൾ ഇനിയും നാട്ടിൽ നടന്ന് പറയണം. നാട്ടിലൊക്കെ വളരെ അപകടകരമായ ഒരു കാലാവസ്ഥ വരുന്നു. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ വാക്കുകൾക്ക് ഒരു ചെറിയ തോതിലെങ്കിലും അതിനൊക്കെ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. വല്ലാത്തൊരു ആത്മവിശ്വാസം തരുന്ന വരികളാണെന്ന്, വാക്കുകളാണെന്ന് ഉസ്മാൻ മാഷ് പറഞ്ഞത്. ഈ രണ്ട് പരിചയമേ എനിക്ക് ഉസ്മാൻ മാഷുമായിട്ടുള്ളൂ. പക്ഷേ ഈ കുഞ്ഞാമുക്കയും കാനേഷും ഒക്കെ പറയുന്ന, അപ്പോൾ നേരത്തെ പൂനൂർ പറഞ്ഞത്, പറയുന്ന അനുഭവങ്ങളിൽ ഫൈസലിൻ്റെ വാപ്പ ഇവരുടെ നാടാണ്, ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു ചലനത്തെക്കുറിച്ച്. പിന്നെ ഞാൻ പലരുടെയും ലേഖനങ്ങൾ ഇപ്പോൾ തൊട്ടുതൊട്ടൊക്കെ വായിച്ചു. അതിൽ നിന്നൊക്കെ മനസ്സിലായ ഒരാൾ ഒരു പ്രദേശത്ത് നന്മയുടെ വിത്ത് വിതച്ച് ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാത്തൊരു മാനുഷ്യകം രൂപീകരിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച തൻ്റെ മനുഷ്യധർമ്മം അതാണ്. ദൈവത്തിൻ്റെ ഖലീഫയായി പ്രവർത്തിക്കണമെന്ന് സത്യവിശ്വാസിയോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ദൈവമല്ല ഈ നാട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട. സലാമുക്കയ്ക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ സലാമുക്കയെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ഖലീഫയായി വന്ന് സലാമുക്കയെ സഹായിക്കുന്നു. അപ്പോൾ ഓരോ മനുഷ്യനും, ഓരോ സത്യവിശ്വാസിയും, അത് ഏത് മതത്തിൽ ജനിച്ചാലും സത്യം ഒന്നേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ദൈവവിശ്വാസിയാണെങ്കിൽ സത്യവിശ്വാസിയായിരിക്കും. ദൈവത്തിൽ വിശ്വസിക്കാത്തവനും സത്യത്തിൽ വിശ്വസിക്കേണ്ടി വരും. ഇപ്പം സത്യവിശ്വാസി എന്നത് പൊതുവിൽ ധർമ്മമുള്ള മനുഷ്യർക്കൊക്കെ പറയാവുന്ന പേരാണ്. അപ്പം മനുഷ്യരെ സഹായിക്കേണ്ടത് മനുഷ്യർ തന്നെയാണ്. ദൈവം നേരിട്ട് വന്ന് ഒരാളുടെയും പ്രശ്നം പരിഹരിക്കുന്നില്ല. ദൈവത്തെ അകമഴിഞ്ഞ് ഉൾക്കൊണ്ട മനുഷ്യർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി, ഖലീഫമാരായി തീർന്ന് തൻ്റെ ജീവിതകാലത്ത് നന്മയും സൗഹാർദ്ദവും നീതിയും വായനയും പ്രബുദ്ധതയും ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുന്നു. ഞാൻ ചെറിയ പ്രായത്തിൽ കേട്ട ഒരു കഥയാണ് ആദാമിൻ്റെ മകൻ അബുവിൻ്റേത്. ആദാമിൻ്റെ മകൻ അബുവിൻ്റെ കഥ നിങ്ങളും കേട്ട് കാണും. രാവിലെ എഴുന്നേറ്റാൽ വൈകി ഉറങ്ങുന്നതുവരെ
ജനങ്ങളെ സഹായിച്ച് ജീവിച്ച ഒരാളായിരുന്നു ആദാമിൻ്റെ മകൻ അബു. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കും, രോഗിയെ ആശുപത്രിയിലെത്തിക്കും, ഭാരം ചുമക്കുന്നവൻ്റെ ഭാരം പങ്കുവയ്ക്കും. ഇങ്ങനെ അവശരെയും ആർത്തരെയും ദുഃഖിതരെയും നിരാശ്രയരെയും സഹായിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ ചെലവാക്കിയ അബു ഒരു നാൾ ഒരു മലക്കിനെ കണ്ടുമുട്ടി. മലക്കെന്ന് പറഞ്ഞാൽ മാലാഖ. മലക്ക് ഒരു തടിച്ചു വീർത്ത പുസ്തകം പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ മലക്കിനോട് അബു ചോദിച്ചു, ഇത് ഏത് പുസ്തകമാണ്? മലക്ക് പറഞ്ഞു, ഇത് പടച്ചവനെ, ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പേരെഴുതി വെച്ച പുസ്തകമാണ്. ഇപ്പോൾ കോടാനുകോടി പേരുകളുണ്ട്, പടച്ചവനെ സ്നേഹിക്കുന്നവരുടെ പേരെഴുതി വെച്ച പുസ്തകം. അപ്പോൾ ഒരു കൗതുകത്തിന് അബു ചോദിച്ചു, എൻ്റെ പേര് അതിലെവിടെയെങ്കിലും ഉണ്ടോ? മലക്കത് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇല്ല അബു, നിൻ്റെ പേര് ഇത് കാണാനില്ല. അപ്പോൾ അബുവിന് വലിയ സങ്കടമായി. ഇത്രയും കാലം ഓർമ്മ വെച്ച നാൾ മുതൽ പാവപ്പെട്ടവരെയും സാധാരണ മനുഷ്യരെ, ജനങ്ങളെ സേവിച്ച് ജീവിച്ച എൻ്റെ പേര് ഈ പുസ്തകത്തിലില്ലല്ലോ. അപ്പോൾ മലക്കൊരു കാര്യം ചെയ്യൂ, പടച്ചവനെ സ്നേഹിക്കുന്നവരുടെ പുസ്തകത്തിൽ എൻ്റെ പേരില്ലെങ്കിലും പടപ്പുകളെ സ്നേഹിക്കുന്നവരുടെ പുസ്തകത്തിൽ എൻ്റെ പേര് കാണാതിരിക്കില്ല. പടപ്പുകളെ സ്നേഹിക്കുന്നവരുടെ പുസ്തകം. പക്ഷെ നിർഭാഗ്യവശാൽ മലക്കിൻ്റെ കയ്യിൽ അങ്ങനൊരു പുസ്തകം ഉണ്ടായിരുന്നില്ല. 2 പുസ്തകമേ ഉള്ളൂ. ഒന്ന് പടച്ചവനെ സ്നേഹിക്കുന്നവരുടെ പേരെഴുതി വെച്ച പുസ്തകം. അതിൽ കോടാനുകോടി മനുഷ്യരുണ്ട്. അവരാണ് ദേവാലയങ്ങളിലൊക്കെ തിക്കിത്തിരക്കി നിൽക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ പുസ്തകം ചെറിയൊരു പുസ്തകമാണ്. അത് പടച്ചവൻ സ്നേഹിക്കുന്നവരുടെ പേരെഴുതി വെച്ച പുസ്തകമാണ്. പടച്ചവനെ അങ്ങോട്ട് സ്നേഹിക്കുന്നതും പടച്ചവൻ ഇങ്ങോട്ട് സ്നേഹിക്കുന്നതും തമ്മിൽ വ്യത്യാസം. പടച്ചവൻ ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരുടെ പേരെഴുതി വെച്ച പുസ്തകത്തിൽ കുറച്ച് പേരുകളേ ഉള്ളൂ. അതിലൊന്നാമത്തെ പേര് ആദാമിൻ്റെ മകൻ അബുവിൻ്റേതായിരുന്നു. പടച്ചവനെ സ്നേഹിക്കാനുള്ള ഏറ്റവും നല്ല വഴി പടപ്പുകളെ സ്നേഹിക്കുകയാണ് എന്നതാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസി അറിയേണ്ട കാര്യം. ആ അർത്ഥത്തിൽ പടച്ചവൻ സ്നേഹിക്കുന്നവരുടെ പേരെഴുതി വെച്ച പുസ്തകത്തിലുള്ള അപൂർവം പേരുകളിലൊന്ന് ഉസ്മാൻ മാസ്റ്ററുടെയും ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ആ മനുഷ്യൻ തൻ്റെ മക്കളെ മാത്രമല്ല എല്ലാ മക്കളെയും സ്നേഹിച്ചു. അവർ വായിച്ചു വളരാൻ അനേക വർഷങ്ങൾക്ക് മുമ്പ് സ്വപ്രയത്നം മുഴുവൻ ചെലവഴിച്ച് ഒരു ഗ്രാമീണ വായനശാല സ്ഥാപിച്ചു.